ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജനുവരി 24, 2026 ശനിയാഴ്ച. ഇന്നധികം ഗിമിക്കുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. വെറും ഒരു സാധാരണ ദിവസം പോലെ ഇന്നും കടന്നുപോയി. ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്തത് പെരിന്തൽമണ്ണയിൽ നിന്നാണ്. ജോലി അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങി നടക്കുമ്പോഴാണ് ഇതുപോലൊരു കാറ് കാണും. ഇതിലെന്താണ് ഇത്ര പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ പേര് തന്നെയാണ്. അത് നിങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാവും. മനസ്സിലായവർ മാത്രം ഒന്ന് കമന്റ് ചെയ്യുക. കാറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നും കിട്ടി ഒരു ആക്സിഡന്റ്. ഇതിലെന്താണ് ഇത്ര സന്തോഷം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, ഇതിൽ വലിയ പരിക്കുകളൊന്നും ഇല്ലായിരിക്കും. നമ്മളൊക്കെ വണ്ടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡന്റ് പറ്റുമെന്നുള്ളത് സുഖമാണ്. അത് പണ്ടത്തെ ആളുകൾ പറയുന്ന ഒരു കുറിയൊട്ട വരി ആ സ്ക്രാച്ച് അവിടെ കിടന്നോട്ടെ. അങ്ങനെ ആക്സിഡന്റും വർക്കും ഒക്കെ ആയിട്ട് കാര്യങ്ങളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിശക്കാൻ തുടങ്ങി. ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉമ്പളെ പണിയുണ്ടല്ലോ, നേരെ അതിനായിട്ട് തിരിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്ന് പാണ്ടിക്കാട് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. മലപ്പുറത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ പൂന്നാനയിൽ. അതിപ്പോൾ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ വകയാണ്. അങ്ങനെ ഒടുവിൽ പാണ്ടിക്കാട് എത്തി ഞാൻ എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഈ ഭാഗങ്ങൾക്കൊന്നും ജനുവരിയാണ് തണുപ്പാണ് എന്നൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ചൂടാണ്. അപ്പൊ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വെള്ളം കുടിച്ചു പോകുമല്ലോ. അങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങി. വെള്ളം കുടിയും വർക്കൊക്കെ അങ്ങനെ പുരോഗമിച്ച് പോകുമ്പോൾ ഏതാണ്ട് വൈകുന്നേരമായി സമയം. ഒടുവിൽ ഞാൻ പാണ്ടിക്കാടിലെ വർക്ക് തീർത്തിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴി ഞാൻ സ്ഥിരമായിട്ട് നിർത്തുന്ന ഒരു കടയുണ്ട്, അവിടെ നിർത്തി. അപ്പൊ നോക്കുമ്പോൾ പുതിയൊരു ബോർഡ് വന്നിരിക്കുന്നു. ഷുഗർ ഞാൻ ഒരുപാട് കാലമായിട്ട് കട്ട് ചെയ്തതാണ്. എന്നാലും നോക്കിയില്ല, ഒരു മൈസൂർ പാക്ക് ചായ അങ്ങോട്ട് അടിച്ചു. ചായ പിന്നെ ഒറ്റയ്ക്ക് വയറ്റിലേക്ക് പറഞ്ഞിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു കടിയും കഴിച്ചു. എല്ലാം കഴിഞ്ഞു ഞാൻ മഞ്ചേരി എത്തി. മഞ്ചേരിയിലെ വർക്കെല്ലാം തീർത്തപ്പോൾ ഏതാണ്ട് സന്ധ്യയായി തുടങ്ങിയ സമയം. സന്ധ്യയായാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ നേരെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അത് പിന്നെ അങ്ങനെയാണ്. നമ്മൾ എത്ര വലിയ ഹോട്ടലിൽ താമസിച്ചാലും, ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒടുവിൽ മലപ്പുറത്തിന്റെ ബോർഡർ താണ്ടി ഞാൻ കോഴിക്കോടേക്ക് കടന്നപ്പോൾ എന്റെ ഉള്ളിലെ സന്തോഷം 2 ഇരട്ടിയായി മാറി. പിന്നെ വീടെന്നൊരൊറ്റ സ്വപ്നവുമായി വീട്ടിലേക്ക്. എല്ലാവർക്കും ഈ പുതുവർഷത്തിലെ 24ാമത്തെ ശുഭരാത്രി.